പാലക്കാട് RSS പ്രവർത്തകനെ ആക്രമിച്ച കുട്ടികളുടെ കരോൾ സംഘത്തെ അധിക്ഷേപിച്ച് BJP നേതാക്കൾ. സംഘർഷമുണ്ടാക്കാൻ കരോൾ സംഘത്തിലെ കുട്ടികൾ മദ്യപിച്ചാണ് എത്തിയതെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C. കൃഷ്ണകുമാർ. നാണം തോന്നുന്നില്ലേ നിങ്ങൾക്ക്? 12ഉം 15ഉം വയസ്സുള്ള കുട്ടികൾ കരോള് പാടി വരുമ്പോൾ അവരെ തല്ലി ഓടിച്ചിട്ട് അവർ മദ്യപിച്ചിരുന്നു അത്രേ. അക്രമം നടത്തിയ പ്രതി മദ്യപിച്ചിരുന്നു എന്നാണ് പോലീസ് റിപ്പോർട്ട്. പക്ഷേ മൈക്കും വലിച്ചു കെട്ടി നിങ്ങൾ വന്നിരുന്നു പറഞ്ഞതോ? ഞാൻ പറയുന്ന ആ പോയ സംഘം മദ്യപിച്ചിട്ട് അവിടെ ഞങ്ങളുടെ രതീഷ് എന്നുള്ള പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട സ്ഥലമാണ് കാളാണ്ടിത്തറ. അവിടേക്ക് ബോധപൂർവം സംഘർഷം ഉണ്ടാക്കാനായിട്ട് CPMന്റെ ക്രിമിനൽ സംഘം പോയതാ. അടികൊണ്ട് ആ 12 വയസ്സുകാരൻ മദ്യപിച്ചിരുന്നുവെന്ന്, കുട്ടികൾ കുറച്ചുകൂടി മാന്യമായി കരോൾ നടത്തണമെന്ന്. നടത്തുന്ന കരോൾ മാന്യമായിരിക്കും. ഈ 12 വയസ്സുകാരനെയും 16 വയസ്സുകാരനെയും ക്രിമിനലുകളും കുറ്റക്കാരും മദ്യപാനികളുമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? പിന്നെ അടുത്ത ന്യായം അവർ ഉപയോഗിച്ചത് CPIMന്റെ ചെണ്ടയാണത്രേ. CPIMന്റെ ഏരിയ കമ്മിറ്റിയുടെ ബാൻഡ് സെറ്റുമായിട്ട് പോകുന്ന ആളുകളെ കരോൾ സംഘമായിട്ടാണോ പറയുന്നത്? അല്ലടോ, ഈ നാട്ടിലെ ക്ലബ്ബുകളിലും വായനശാലകളിലുമൊക്കെ പല പാർട്ടിക്കാരും ഉണ്ടാകും. കരോൾ ഇറങ്ങുമ്പോൾ പാർട്ടിക്കൊടിയുടെ നിറം നോക്കിയാണോ കുട്ടികൾ ചെണ്ടയെടുക്കേണ്ടത്? നമ്മുടെ നാട്ടിൽ കരോൾ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. ജാതിയും മതവും നോക്കാതെ വീടുകൾ തോറും കയറി ഇറങ്ങുന്ന ഒരു ആഘോഷം. അതിനിടയിലേക്ക് പോലും വർഗീയത കയറ്റുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചോ, ഈ മണ്ണ് അതിന് പകരം ചോദിക്കുക തന്നെ ചെയ്യും. ഓർത്തോ, ഇത് കേരളമാണ്. ഇവിടെ ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയുടെ മാത്രം ആഘോഷമല്ല. അമ്പലത്തിൽ നിന്ന് ചെണ്ടയും വാങ്ങി പള്ളിയിലേക്ക് കരോൾ പോകുന്ന നാടാണിത്. ആ സംസ്കാരത്തിലേക്കാണ് നിങ്ങൾ വർഗീയ വിഷയം കൊണ്ടുവരുന്നത്. ഒരു കാര്യം കൂടി, നിങ്ങൾ തല്ലിയത് കുട്ടികളെയാണ്, നിങ്ങൾ ന്യായീകരിക്കുന്നത് ആക്രമണത്തെയും. ഈ ദാസ്യപ്പണിക്ക് മലയാളികൾ പറയുന്ന പേര് അത് വേറെയാണ്. ആ പേര് ഞാൻ പറയില്ല.